കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓരോ ഡിവൈസിലായിരിക്കുന്ന പ്രിയ മക്കളെ അറിയിക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരു ദിവസം കൂടി കർത്താവിന്റെ സന്നിധിയിൽ വചനവുമായി ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം വചനം ചിന്തിച്ച ശേഷം വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ ആത്മമനുഷ്യനെ പറ്റിയാണല്ലോ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എനിക്ക് ആത്മമനുഷ്യനെ പറ്റി പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. പുറമേയുള്ള മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നാൽ അകമേയുള്ള മനുഷ്യനെ നമുക്ക് അത്ര കണ്ട് അറിയില്ല. ഹല്ലേലൂയ. ആത്മാവായ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആത്മമണ്ഡലത്തെക്കുറിച്ചും നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചുമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയൊരു കാര്യമാണ്. എങ്ങനെ നമ്മുടെ ആത്മമനുഷ്യനെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ദയവായി എല്ലാവരുടെയും മൈക്കുകൾ മ്യൂട്ടിലിരുന്നാൽ ഞാൻ പറയുന്നത് കേൾക്കാനായി പറ്റും. ഇടയ്ക്കിടയ്ക്ക് ആരുടെയൊക്കെ മൈക്കുകളിൽ നിന്നൊക്കെ ആരുടെ ഡിവൈസുകളിൽ മൈക്ക് ഓണായിരിപ്പുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവരറിയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു പോകുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് കടക്കാം. എങ്ങനെ നമ്മുടെ ആത്മമനുഷ്യനെ നമുക്ക് ശക്തിപ്പെടുത്താനായി കഴിയും? നമ്മുടെ ആത്മമനുഷ്യൻ ശക്തിപ്പെട്ടാലുണ്ടല്ലോ ബാക്കി എല്ലാ കാര്യവും നമുക്ക് ശുഭകരമായി തീരും. നമ്മുടെ ഈ ലോക ജീവിതം സുഖകരമാകണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ആത്മാവിലെ ബലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ കറക്റ്റ് ആയാൽ, ആത്മമനുഷ്യൻ വളർച്ച പ്രാപിച്ചാൽ, ആത്മമനുഷ്യൻ ബലവാനായി തീർന്നാൽ നമ്മൾ എല്ലാ കാര്യത്തിലും ബലപ്പെട്ടവരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതിനുള്ള നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ തന്നെ ഇന്നൊന്ന് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെ ബലപ്പെടുത്താമെന്ന് എനിക്ക് ദൈവം പറഞ്ഞു തന്നതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറച്ച് സമയം മാത്രം. ഹല്ലേലൂയ. അതിനായി ഞാൻ കുറച്ച് പിക്ചറിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്കും അത് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്കും അത് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു, പിക്ചറൊക്കെ കണ്ട് പഠിക്കാനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് അതിലോട്ട് കടന്നു പോവാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ കാണുന്ന പിക്ചർ കണ്ടോ? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പൂച്ചക്കുട്ടി പോലെ ഇരിപ്പുണ്ടല്ലേ? എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്കിത്? ഇതൊരു സിംഹത്തിൻ്റെ കുട്ടിയാണ്. സിംഹത്തിൻ്റെ കുട്ടിയാണ്. നല്ല രസമല്ലേ കാണാനായിട്ട് സിംഹത്തിൻ്റെ കുട്ടിയെ? നല്ല ഭംഗിയുണ്ടല്ലേ? ഈ പൂച്ചകളെയൊക്കെ ഇഷ്ടമുള്ളവർ ധാരാളം പേരുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് പൂച്ചകളൊക്കെ. അപ്പോൾ അതിനൊന്നും നോക്കാനായിട്ടുള്ള സമയമില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇതിരിപ്പുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു പ്രായത്തിലെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എടുത്ത് കളിപ്പിക്കാനൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. മടിയിലൊക്കെ എടുത്ത് കളിപ്പിക്കാം. വളരെ ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇത് മിയാവ് മിയാവ് എന്നൊക്കെ കരയത്തുള്ളൂ കേട്ടോ. അത്രയും നല്ല രസമാണ്, ക്യൂട്ടാണ് അതിനെ കാണാനായിട്ട്. നിങ്ങൾ അടുത്തൊരു പടത്തിലേക്ക് നോക്കിക്കേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതൊരു സിംഹം, അത്ര അങ്ങ് ഇഷ്ടമായില്ലല്ലേ? ഇതിനെ നിങ്ങൾ കളിപ്പിക്കാനായിട്ട് തയ്യാറാണോ? ഇല്ലല്ലേ? അടുത്ത് പോകാൻ ഇഷ്ടമാണോ? എനിക്കൊട്ടും ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, ഇതിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും അല്ലേ? നേരെ മറിച്ച് ഈ ഒരു കബ്ബിനെ കണ്ടാലോ, ആ ടൈഗറിന്റെ കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് ഒട്ടും പേടിയാകത്തില്ല. എന്നാൽ ഇവൻ വളരുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെയായി മാറുന്നത് കണ്ടോ? നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടോ? ഇതുപോലെയായി മാറും ആ ടൈഗറിന്റെ കുഞ്ഞ്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ആത്മമനുഷ്യനുമായിട്ട് ഇതിനെ ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ പോവുക കേട്ടോ. നമ്മളെല്ലാം യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഉള്ളിലിരിക്കുന്നവരാ. ശരിയാണോ? നമ്മളെല്ലാം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അതേ സ്വഭാവം നമ്മളിൽ വരും. അതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പലരുടെയും ജീവിതം ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ ലയണിന്റെ കുഞ്ഞിനെ പോലെയാണ് ഇരിക്കുന്നത്, ഈ കബ്ബിനെ പോലെ. ഒരു സ്വഭാവ വ്യത്യാസവും വന്നിട്ടില്ല. ഇന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയുള്ള ആത്മീക ജീവിതമാണ് പലർക്കും ഉള്ളത്. ശരിയാണോ ഞാൻ പറയുന്നത്? ഈ ഒരു ലെവലിലേക്ക് നമ്മൾ വളരണം. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മമനുഷ്യൻ സിംഹം പോലെ എഴുന്നേൽക്കണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ, ഇതൊരു സിംഹമാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്തുവാണ് പ്രശ്നം? വേഷം കെട്ടിയ സിംഹമാണ് അല്ലേ?
വേഷം കെട്ടിയ സിംഹമാണ്. ദേ ഇതിലോട്ട് നോക്കിക്കേ, ഇതും ഒരു സിംഹമല്ലേ? ഇതും വേഷം കെട്ടിയ ആളാണ്, ഒറിജിനൽ അല്ല അല്ലേ? പലരുടെ ആത്മീയ ജീവിതം ഇതുപോലാണ്. കർത്താവ് പറഞ്ഞു, പലരുടെ ആത്മീയ ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? പുറമേ സിംഹമാണെന്ന് നടിക്കുവാണ്, പക്ഷെ അകമയോ സിംഹം അല്ല അവര്. അങ്ങനെ ആണെങ്കിൽ ഒറിജിനൽ സിംഹത്തെ നമുക്ക് തിരിച്ചറിയണ്ടേ? എങ്ങനെ തിരിച്ചറിയും? 2 സിംഹങ്ങളെ കാണിക്കുവാണേ. ഇത് ഒരു സിംഹം, ഇതാണ്ടേ വേറെ 2 വേഷം കെട്ടിയ സിംഹങ്ങൾ. ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം. ഒരു സിംഹം, ശരിക്കുള്ള സിംഹം അവൻ്റെ മുമ്പേ വരണം. ശരിയല്ലേ? ശരിക്കുമുള്ള ഒരു സിംഹം അവൻ്റെ മുമ്പേ വരുമ്പോഴാണ് മാത്രമേ എന്ത് മനസ്സിലാവൂ, ഒറിജിനൽ ആരാ ഡ്യൂപ്ലിക്കേറ്റ് ആരാന്ന്. ഇതാണ് വേഷം കെട്ടിയ ഈ സിംഹം. ഒറിജിനൽ സിംഹത്തെ കാണുമ്പോൾ നിൽക്കുവോ? ഇല്ല, ഒരിക്കലും നിൽക്കാൻ പറ്റില്ല, ഓടിക്കളയും. എന്നാൽ ഈ സിംഹവും വലത് ഭാഗത്ത് കാണുന്ന സിംഹവും ഇടത് ഭാഗത്ത് കാണുന്ന സിംഹവും അല്ലേ, നടുവിലിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള സിംഹമാണ്. ആ സിംഹം വന്നാൽ വേഷം കെട്ടിയ സിംഹം എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ സിംഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല. എന്നാൽ ഒറിജിനൽ സിംഹമായവനാണെങ്കിലോ ഫൈറ്റ് ചെയ്യും അല്ലേ തിരിച്ച്. ഹല്ലേലൂയ. ഇത് പറയാനാട്ടോ ഈ പിക്ചർ ഞാൻ കാണിച്ചേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കടന്നു വരാം. നിങ്ങൾ ഈ പിക്ചർ അത്രയും നിങ്ങളുടെ മനസ്സിൽ വേണം, എന്നാലേ ഇനി ബാക്കി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. എല്ലാവരും വീണ്ടും ജനിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് വേണ്ടുന്നതെല്ലാം അവൻ്റെ അകത്തുണ്ടാവും, ഒരു ദൈവിക ജീവിതം നയിക്കാൻ വേണ്ടുന്നതെല്ലാം. എന്നാൽ പലരും ആ സിംഹ കുഞ്ഞിനെ കാണിച്ചതുപോലെ ശൈശവാവസ്ഥയിൽ തന്നെയാണ് ഇന്നും ഇരിക്കുന്നത് കേട്ടോ. ശൈശവത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ്, വളർന്നിട്ടില്ല, പക്വതയിലേക്ക് എത്തിയിട്ടില്ല. ചിലരാകട്ടെ വേഷം കെട്ടിയിട്ടുണ്ട്, ഞാൻ സിംഹമാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എനിക്ക് വിശ്വാസമാണ് എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷെ അവർ ശരിക്കും ഒരു പ്രശ്നം അങ്ങോട്ട് വരുമ്പോഴേ മനസ്സിലാവും. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ ഭയന്ന് ഓടും. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പിക്ചർ കാണിച്ചത്. ശരിക്കും നമ്മൾ ആത്മാവിൽ ബലപ്പെട്ട് യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ പോലെ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകാനായിട്ട് ഇടയാവും. അപ്പൊ നിങ്ങൾ ഇത്രയും ഇതിലായിരിക്കുന്നവർ, അത്രയും എൻ്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാം സ്വയം ഒന്ന് ചെക്ക് ചെയ്താട്ടെ. ഇപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, പിശാചിന്റെ ജീവിതത്തിൽ പലതും ഇട്ട് പരീക്ഷിക്കുമ്പോൾ ഞാൻ തളരുന്നുണ്ടോ അതോ സ്ട്രോങ് ആയിട്ട് കട്ടക്ക് നിൽക്കുന്നുണ്ടോ? അതിപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാനാ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പടയാളികളായി ഒരുക്കുന്ന ക്ലാസ്സാണ്. ഇത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പോകുന്ന പരിപാടിയല്ല. നിങ്ങളെ തന്നെ സ്വയം അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ സമയം തരിക സഹോദരങ്ങളെ. എവിടാണ് പ്രശ്നമുള്ളതെന്ന് നമുക്ക് അറിഞ്ഞെങ്കിലല്ലേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്നെങ്കിൽ, പിശാച് എന്തെങ്കിലും പരീക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോൾ, രോഗങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഭാരങ്ങൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഞാൻ തളർന്നു പോവുകയാണെങ്കിൽ എൻ്റെ ആത്മമനുഷ്യന് എന്തോ പ്രശ്നമുണ്ട്. അവൻ വേണ്ട പോലെ ബലപ്പെട്ടിട്ടില്ല. എത്ര പേർ പറയുന്നു ശരിയാണെന്ന്? എത്ര പേർ പറയുന്നു? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ? അവനെ ഒന്ന് ബലപ്പെടുത്തണ്ടേ? അലറുന്ന സിംഹത്തെ പോലെ പിശാച് നിങ്ങളുടെ നേരെ വന്നാൽ, വേഷം കെട്ടിയ സിംഹമാണെങ്കിൽ ഓടുന്ന പോലെ നിങ്ങളെ ഓടാനല്ല ദൈവം വിളിച്ചത്. മനസ്സിലാക്കണം നിങ്ങൾ. മനസ്സിലായോ? ഓടാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. വേഷം കെട്ടുള്ളവരാണെങ്കിൽ ഓടും, ശരിയായും ബലപ്പെട്ടവരല്ലെങ്കിൽ ഓടിപ്പോവും. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, ആത്മാവിൽ ബലപ്പെട്ടവനാണെങ്കിൽ പിശാചിനോട് എതിർത്തു നിൽക്കും. ഹല്ലേലൂയ. എങ്കിൽ എന്ത് ചെയ്യുമെന്ന വചനം പറയുന്നത്? അവൻ നിങ്ങളെ വിട്ട് ഓടുമെന്ന്. മനസ്സിലായോ? നിങ്ങൾ അവനെ കണ്ട് ഓടുമെന്നല്ല, അവനോട് എതിർത്തു നിൽക്കുകയും അവൻ നിങ്ങളെ വിട്ടോടുകയും ചെയ്യും. ഹല്ലേലൂയ. അത് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിലായിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഇനി ഒരു പ്രശ്നം വന്നാലും നിങ്ങൾ തളരില്ല, നിങ്ങൾ ഓടില്ല. പ്രശ്നക്കാരനായ പിശാച്, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവരുന്ന പിശാച്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പിശാച്, നമ്മുടെ ജീവിതത്തിൽ നരകമാക്കി മാറ്റാൻ പല സാഹചര്യങ്ങൾ ഒരുക്കുന്ന പിശാച് ഓടണം. എത്ര പേർ പറയുന്നു? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ
നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. ആത്മ മനുഷ്യനെ യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ പോലെ നമ്മൾ ഇന്നൊന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. തയ്യാറാണല്ലോ എല്ലാവരും? ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, വചനം നമ്മുടെ ഉള്ളിൽ വേണം. എന്ത് വേണം? വചനം വേണം. നിങ്ങളുടെ ആത്മമനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം വചനം വേണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഹല്ലേലൂയ. അപ്പോ വചനം നമ്മിൽ ജീവനെ തരുന്നതാണ്. ഹല്ലേലൂയ. ആ ജീവൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന ജീവനല്ല. ദിവസം തോറും നമ്മൾ ആ ജീവനിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ. ഭക്ഷണം പ്ലേറ്റിൽ എടുത്ത് വെച്ചാൽ ഒരിക്കലും നമുക്ക് ആരോഗ്യം ഉണ്ടാകില്ല. ശരിയാണല്ലോ? എപ്പോഴാണ് ഭക്ഷണം നമുക്ക് ആരോഗ്യ കാരണമായി മാറുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ഗ്ലാസ് പാല് എക്സാമ്പിളായിട്ട് എടുക്കുവാണേ. ഈ പാല് ഗ്ലാസ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് എൻ്റെ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടുമോ? ഒരിക്കലുമില്ല. അപ്പം ഞാനത് എന്ത് ചെയ്യണം? അത് കുടിക്കണം അല്ലേ? കുടിച്ചാൽ മാത്രം മതിയോ? കഴിഞ്ഞോ? കുടിച്ചതോടെ പരിപാടി കഴിഞ്ഞോ? വേറെ പ്രോസസ്സ് നടക്കണം. എന്ത് പ്രോസസ്സാണ് നടക്കേണ്ടത്? ദഹിക്കണം അല്ലേ? ദഹിക്കണം. ദഹിച്ചിട്ട് അതിനകത്തുള്ള ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണം. ശരിയല്ലേ? എന്നാൽ മാത്രമേ എൻ്റെ രക്തത്തിലൂടെ എനിക്ക് വളരാനുള്ളത്, എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളത് ലഭിക്കുന്നുള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ? അതുപോലെയാണ് വചനവും. വചനം നമ്മൾ വായിച്ചാൽ പോരാ, അത് നമ്മുടെ അകത്തേക്ക് കയറുകയും ദഹിക്കുന്നത് പോലെ ആയിത്തീരുകയും ചെയ്യണം. നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായി വചനം മാറണം. നമ്മുടെ ജീവന്റെ ഭാഗമാവണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ വചനം നമ്മളിൽ ക്രിയ ചെയ്യണം. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ജീവിക്കുന്നു. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. ഒത്തിരി വചനങ്ങളുണ്ട്, ഇതെല്ലാം പറയാനൊന്നും സമയമില്ല. ഹല്ലേലൂയ. അപ്പൊ വചനം നമ്മുടെ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, നമ്മൾ വചനത്താൽ ജനിച്ചവരാണ്. വചനത്തിൽ നിന്ന് ഉരുവായ വചനമാണ്. ശരിയാണോ? ഹല്ലേലൂയ. പൂച്ചയിൽ നിന്ന് പൂച്ചക്കുഞ്ഞുണ്ടാകുന്ന പോലെ അല്ലേ, മുയലിൽ നിന്ന് മുയലിന്റെ കുഞ്ഞുണ്ടാകുന്ന പോലെ വചനത്താൽ ജനിച്ച നമ്മൾ വചനമാണ്. ശരിക്കും ജീവനാണ്, ആത്മാവാണ് നമ്മൾ. നമുക്ക് വചനം തന്നെ വേണം ഭക്ഷണമായിട്ട്. ഹല്ലേലൂയ. ഏറ്റവും ആദ്യം നമ്മൾ അത് ശ്രദ്ധിക്കണം. എത്രത്തോളം സമയം നമുക്ക് വചനവുമായി ചേർന്നിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ വളരുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്നറിയാമോ? നമ്മുടെ വചനം ഭക്ഷണമാണ്. ഈ ആത്മാവിൽ വളരുന്നവര് വചനം ധാരാളമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് നല്ല വിശപ്പുണ്ടാവും എപ്പോഴും. കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അറിയത്തില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കും. നമുക്കൊന്നും അത്രയ്ക്കൊന്നും ഫുഡ് വേണ്ട. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം അവർ വളരുന്ന സ്റ്റേജ് ആയതുകൊണ്ട് അവർ ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും അവർക്ക് ധാരാളം ഫുഡ് വേണം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വേണ്ട. അപ്പോൾ ആരെല്ലാമാണോ ആത്മാവിൽ വളരുന്നത് അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അവരെപ്പോഴും വചനം വായിക്കും, എപ്പോഴും ദൈവവചനം കേൾക്കും. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഒത്തിരി വിശപ്പുള്ളത് കൊണ്ടല്ലേ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്? ആണ്, നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ തെളിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ വളരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വചനം കേൾക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ഹല്ലേലൂയ. ആത്മാവിൽ വളരുന്നവർ എപ്പോഴും വിശപ്പുള്ളവരായിരിക്കും. വീണ്ടും വീണ്ടും പുതിയത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും. അവര് ഒന്നും കൊണ്ട് തൃപ്തിപ്പെടില്ല. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്നവരെ കണ്ടാൽ അറിയാം, ചില സഹോദരങ്ങൾ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചാലും അവർക്ക് തൃപ്തിയില്ല. വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അവരൊരു കാര്യം പറയും, ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടിയതല്ല അടുത്ത പ്രാവശ്യം കിട്ടുന്നത്. ഇറ്റ്സ് എ ന്യൂ റെവലേഷൻ, പുതിയ വെളിപ്പാടുകൾ കിട്ടുന്നു എന്ന് അവർ പറയാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ അങ്ങനെയാണ് അവന്റെ വിശപ്പിനനുസരിച്ച് ദൈവം അവനെ കൊടുത്തുകൊണ്ടുമിരിക്കും. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം, ഒരു കുപ്പിയിൽ നമ്മൾ വെള്ളം എടുത്തു വെച്ചാൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പിന്നെ നിറയ്ക്കാൻ പറ്റൂ. അതുപോലെ നമ്മുടെ വിശപ്പ് അനുസരിച്ച് എന്ത് ചെയ്യും? ദൈവം നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.
ചിലരുടെ ജീവിതത്തിലുണ്ടല്ലോ ആത്മീക മുരടിപ്പുണ്ടാകാറുണ്ട്, അവര് വളരാറില്ല. ഹല്ലേലൂയ. ഒരു വിണ്ട് കീറിയ മരുഭൂമി പോലെ വരൾച്ചയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു വിശപ്പുണ്ടാകുന്നില്ല. ഒരു ജീവിതം ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം, അവർ വേറെ ഏതോ കാര്യത്തിനാണ് വിശപ്പുള്ളവരായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വചനത്തിനായി നമ്മൾ ദാഹിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രെയർ ആൻഡ് വർഷിപ്പാണ്. ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. പ്രെയർ രണ്ട് രീതിയിലുണ്ട്. ബുദ്ധിയിലെ പ്രാർത്ഥന, രണ്ട് ടങ്സ് പ്രെയർ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണം. എത്ര സമയം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിക്കുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളാലെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ വിഷയങ്ങൾ പറയാനല്ല, ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തണം. അത് നമ്മുടെ ആത്മമനുഷ്യന്റെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ടങ്സ് പ്രെയർ. ഹല്ലേലൂയ. ടങ്സ് പ്രെയർ. ടങ്സ് പ്രെയർ, അതിന് ഒരു വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14:4. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഒരാൾ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 14:4. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഓക്കെ സിസ്റ്റർ. ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. സിസ്റ്റർ POC ബൈബിളിൽ നിന്ന് വായിച്ചത് കൊണ്ടാണ് ആ വ്യത്യാസമാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ വളരാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ടങ്സ് ലഭിക്കാത്തവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഭാഷാവരത്താൽ എന്നെ നിറയ്ക്കണം. ഹല്ലേലൂയ. ഭാഷാവരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യൻ ഓരോ ദിവസവും ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്വർഗീയ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നു. സ്വർഗത്തിലെ കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ട് ഇടയായിത്തീരുന്നു. സ്വർഗത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. നമ്മൾ സ്വർഗത്തിൽ ആരാണ്, നമ്മുടെ പദ്ധതി എന്താണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, ഇതെല്ലാം ദൈവം നമ്മിലൂടെ വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഭാഷാവരത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മമനുഷ്യൻ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളൊക്കെ സമയം കിട്ടുന്നിടത്തോളം ഭാഷാവരത്തിൽ എന്ത് ചെയ്യണം? സംസാരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് വേറെയാണ്, ഞാൻ പറഞ്ഞല്ലോ. പ്രൈസ് ആൻഡ് വർഷിപ്പ് വേറെയാണ്, ടങ്സ് പ്രെയർ വേറെയാണ്. ഹല്ലേലൂയ. ഇതിനെല്ലാം നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സമയം ക്രമീകരിക്കാനായിട്ട് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു ദിവസം തീരുമാനം എടുക്കണം, ഇന്ന് മുഴുവൻ ഞാൻ ടങ്സിൽ സംസാരിക്കും. ഹല്ലേലൂയ. ജോലിക്ക് പോകുന്നവരൊന്നും അവിടെ പോയി ടങ്സിലൊന്നും സംസാരിക്കരുത്. പിന്നെ നാളെ തൊട്ട് നിങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞേക്കും. ഹല്ലേലൂയ. ആ സമയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും സംസാരിക്കാതെ ഒരു ദിവസം അങ്ങനെ തീരുമാനം എടുത്ത് നോക്കണം. എന്ത് മാറ്റമാണ് നിങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാനൊക്കെ ഒരു ദിവസം മുഴുവനും ചില സമയത്ത് ഞാൻ തീരുമാനം എടുക്കും, ഞാൻ ഇന്ന് ടങ്സിലെ സംസാരിക്കുന്നു. മോള് വന്ന് എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവളോട് ഞാൻ ടങ്സിൽ പറയും. അവളും എന്ത് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? കാരണം അവൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാനന്ന് തീരുമാനം എടുത്തിരിക്കുമല്ലോ ടങ്സിൽ സംസാരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് മോള് വന്ന് ചോദിച്ചാലും ടങ്സിലാണ് അവളോട് റിപ്ലൈ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ, നിങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും ഹസ്ബൻഡിനോടും വൈഫിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വേണ്ടാത്ത സംസാരങ്ങളൊക്കെ അങ്ങ് ഒഴിവാകും. നമ്മുടെ ഒത്തിരി പ്രശ്നമല്ലേ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് അങ്ങനെ പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. അഗ്നിയുടെ ഭാഷ നമ്മുടെ നാവിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. ആവശ്യത്തിന് മാത്രം മലയാളം സംസാരിക്കുക, ഓർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്തോ ആയിക്കോട്ടെ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ബാക്കി സമയം ടങ്സ് ഉള്ളവർ ടങ്സിൽ സംസാരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടങ്സ് ഇംപ്രൂവ് ആവും. ടങ്സിന് പല ലെവലുകളുണ്ട് കേട്ടോ സഹോദരങ്ങളെ. എല്ലാവരോടൊന്നും പറഞ്ഞാൽ അവരിതൊന്നും അംഗീകരിക്കില്ല. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയൂ കേട്ടോ.
ടങ്സിന് പല തട്ടുകളുണ്ട്, പല ലെവലുകളുണ്ട്. ഓരോ സീസണിലും നിങ്ങളുടെ ടങ്സ് മാറുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഭാഷയല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. സ്പിരിച്വൽ ലെവലിൽ നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ ടങ്സിന് വ്യത്യാസം വരും. ആദ്യം പറഞ്ഞ വാക്കുകളും പറയാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ടങ്സിന് ഒത്തിരി വ്യത്യാസം വരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറയും തോറും നിങ്ങളുടെ സ്പിരിച്വൽ ലെവൽ ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പറഞ്ഞല്ലോ, ആത്മമനുഷ്യൻ വളരുകയാ. ഹല്ലേലൂയ. അവൻ്റെ റാങ്കിങ് കൂടുകയാ. ഹല്ലേലൂയ. അന്നേരം ഭാഷ മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് ഭാഷാവരത്തിൽ സ്തുതിക്കാൻ എത്രത്തോളം സമയം സാധ്യമാണോ അത്രത്തോളം സമയം എന്ത് ചെയ്യണം? ഭാഷാവരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. സിസ്റ്ററെ ഒന്നും മനസ്സിലാവുന്നില്ല. ചിലർ പറയാറുണ്ട്, എന്ത് പ്രാർത്ഥിക്കാനാണ്, ഒന്നും മനസ്സിലാകുന്നില്ല ഈ പറയുന്നത്. കുറെ ആവുമ്പോൾ തന്നെ അല്ലാതെ ബോറ് പോലെ തോന്നുന്നുണ്ട്, എന്തൊക്കെ പറയുന്നതെന്നല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മടി കൂടാതെ പറയുന്നെങ്കിൽ, ദൈവത്തോട് വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നെങ്കിൽ ദൈവം തിരിച്ച് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആ ശബ്ദത്തെ തിരിച്ചറിയും. ദൈവത്തോടാണല്ലോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായേ പറ്റത്തുള്ളൂ എന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും 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 നിങ്ങൾ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നാൽ ഏതോ ഒരു നിമിഷത്തിൽ തിരിച്ച് ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കും. ഞാൻ ഉറപ്പ് തരുന്നു. ഹല്ലേലൂയ. ഇത്രയും ദിവസം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സിസ്റ്റർ എന്ന് എത്ര പേര് പറയുന്നുണ്ട്? ഇത്രയും ദിവസം ഭാഷാവരത്തിൽ സ്തുതിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കും. അവസാനം ഒടുവിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭാഷാവരം ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആരുടെയൊക്കെ മൈക്ക് ഇടയ്ക്ക് ഓൺ ആവുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ദയവായിട്ട് ആർക്കും ശല്യമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. അപ്പോൾ ഭാഷാവരത്തിൽ സ്തുതിക്കുമ്പോൾ ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലെന്നുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ തന്നെ കൊടുക്കണം. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ, എനിക്ക് അങ്ങ് പറയുന്നത് മനസ്സിലായേ മതിയാവും. മനസ്സിലാകുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വിട്ടുകൊടുക്കല്ലേ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആത്മമനുഷ്യൻ ശക്തി പ്രാപിച്ച് എഴുന്നേറ്റാലുണ്ടല്ലോ, പിശാച് നിങ്ങളെ കാണുമ്പോൾ ഓടും. ഹല്ലേലൂയ. നിങ്ങളൊരു ദേശത്ത് കാൽ ചവിട്ടിയാൽ അവിടെയുള്ള ദേശശക്തികൾ നിൽക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ സ്പിരിച്വൽ റാങ്കിങ് അത്രത്തോളം ഹൈ ആയി ഉയർത്തിക്കൊണ്ടുവരാൻ അമൃത സിസ്റ്ററിന് കഴിയത്തില്ല. നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. മാധുരി സിസ്റ്ററിന് മാത്രമേ മാധുരി സിസ്റ്ററിന്റെ ആത്മമണ്ഡലം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. മോളിരിക്കുന്നുണ്ടല്ലോ, ആ കാണുന്നതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളൊക്കെ ആ നിലവാരത്തിലേക്ക് വളർന്നു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിലായിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആ നിലവാരത്തിലേക്ക് വളർന്നു വരണം. അതിന് എന്തെല്ലാമാണ് തടസ്സങ്ങളെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരിക. ദൈവം എന്നോട് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ്. ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യപ്പെടണമെന്നുള്ളത്. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. ഏതൊക്കെയാണ് പറഞ്ഞത്? വചനം പറഞ്ഞല്ലേ, വചന ധ്യാനം. അത് നമ്മുടെ ജീവന്റെ ഭാഗമായി തീരുന്നത് വരെ നമ്മൾ ധ്യാനിക്കണം. ഞാൻ പറഞ്ഞു, വചന ധ്യാനത്തെ പറ്റിയൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാത്തത്. 2, പ്രൈസ് ആൻഡ് വർഷിപ്പ്, അത് ഞാൻ പറഞ്ഞു. 3, ടങ്സ് പ്രയർ. 4മത്തെ കാര്യം, നമ്മുടെ ചിന്തകൾ നമ്മുടെ ആത്മമനുഷ്യനെ ഒത്തിരി തളർത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എന്നോട് പറഞ്ഞു, പലരുടെയും നെഗറ്റീവായ ചിന്തകൾ, ഒന്നും കഴിയത്തില്ല, ഒന്നും നടക്കത്തില്ല എന്നൊക്കെയുള്ള ചിന്തകൾ. കുറച്ചു പേരുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ലോകപരമായിട്ടുള്ള ചിന്തകളാണ്. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ടെൻഷനാണ്. അയ്യോ, അതെന്താവും, ഇതെന്താവും, അല്ലെങ്കിൽ കടത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ ജോലിയുടെ വിഷയങ്ങൾ, ടെൻഷൻ, ഒത്തിരി ടെൻഷൻ. ആ ചിന്തകളെല്ലാം ഇങ്ങനെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ ആത്മമനുഷ്യൻ ഡൗൺ ആയി പോകും. മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ? ഈ മേഖലയിലെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും കേട്ടോ. കയറി വരാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചിന്തകൾ നമ്മുടെ ആത്മമനുഷ്യനെ തളർത്തിക്കളയുന്നു. ഏത് ചിന്തകൾ? ജഡത്തിന്റെ ചിന്തകൾ, ഈ ലോകത്തെ പറ്റിയുള്ള ആകുലതകൾ, ഈ ശരീരവും മനസ്സും കൂടെ ചേർന്നുള്ള സ്ട്രഗിളുകൾ. മനസ്സിലായോ? നമ്മുടെ ആത്മമനുഷ്യനെ അത് തളർത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു വാക്യം ഒന്ന് വായിച്ചാലോ? റോമർക്ക് എഴുതിയ ലേഖനം 8:5 ഒന്ന് വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ?
ആ ഓക്കെ ഓക്കെ. ജഡം സ്വഭാവത്തിലുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു എന്ന നമ്മുടെ ബൈബിളിൽ വായിക്കുമ്പോൾ, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഓരോ ചിന്തകൾ വരുമ്പോൾ, ഇപ്പം ഈ ചിന്ത എവിടെ നിന്നാ വന്നേ, എൻ്റെ ജഡത്തിലെ സ്ട്രഗിളുകൾ കൊണ്ട് പിശാച് കൊണ്ടുവന്ന ചിന്തയാണോ ഇത്? നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം കേട്ടോ. ഓരോ ചിന്തകളെയും, നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. 70% നമ്മൾ ജയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒത്തിരി ഭാരപ്പെടില്ലേ? പല സമയത്തും ഒത്തിരി ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. പലതുമായിട്ട് ചിന്തിച്ച് എന്തായിത്തീരും എൻ്റെ ഭാവി? ഒന്നും ആയിത്തീരില്ല. എല്ലാം ദൈവം പറയുന്ന പോലെ നടക്കത്തുള്ളൂ. മനസ്സിലായോ? ഭാവി എല്ലാം ദൈവത്തിന്റെ കരത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ ആരും തന്നിട്ടില്ലല്ലോ. അമൃത സിസ്റ്ററിന്റെ കയ്യിലല്ല അമൃത സിസ്റ്ററെ ഭാവി. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാര്യവും എല്ലാം ദൈവത്തിന്റെ കയ്യിലുണ്ട്. പ്ലാനും പദ്ധതിയും. നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ അങ്ങയുടെ പ്ലാൻ നിറവേറട്ടെ. വേറെ ഒന്നുമില്ല അതിനകത്ത്. ഒന്നും ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ പദ്ധതി നിറവേറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് റൈറ്റ് ചോയ്സ് ആയിരിക്കും, ശരിയായ തീരുമാനമായിരിക്കും. അത് തെറ്റത്തില്ല. ദൈവത്തിന്റെ പ്ലാനിൽ തെറ്റ് വരത്തേയില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് ഭാരപ്പെടുന്നവരാണെങ്കിൽ, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ ഒത്തിരി ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നു ആദ്യം. ഒത്തിരി കാര്യങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നു. കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഭാരപ്പെടാറുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരെ വളർത്തുക, എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുക. കടത്തിന്റെ ഭാരത്തിലൊക്കെ ആയിരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പഠിപ്പിക്കാനായിട്ടുള്ള നിവൃത്തിയില്ല, സ്കൂളിൽ അയക്കാനായിട്ട് കഴിവില്ല. എന്താ ചെയ്യേണ്ടേ, ഒരു കാര്യം എനിക്കറിയത്തില്ല, ഇവരുടെ ഭാവി എന്തായി തീരും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. കർത്താവ് അന്നേരം എന്നോട് പറഞ്ഞു, അവർ നിന്റെ കുഞ്ഞുങ്ങളല്ല. എന്താണ്? അവര് നിന്റെ കുഞ്ഞുങ്ങൾ അല്ല, എൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ മകൻ, എൻ്റെ മകൾ ഇങ്ങനെ പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് അത് നിർത്തണം. ദൈവത്തിന്റെ മക്കൾ പറയണം. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ. വേറെ ഒരു പരിപാടി അവരുടെ മേൽ നിങ്ങൾക്കില്ല. ബാക്കി ദൈവം നോക്കും. ഹല്ലേലൂയ. അങ്ങയുടെ മക്കളെ അങ്ങ് നോക്കണേ കർത്താവേ, ഇത്രയും പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അന്ന് മുതൽ എൻ്റെ ടെൻഷൻ അങ്ങ് മാറി. ഹല്ലേലൂയ. കാരണം ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ മക്കളാണെന്ന്. ഞാൻ ഓർത്തു, ഞാൻ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നതാ, എൻ്റെതാ, ഞാൻ പോകുമ്പോൾ ഇവരെയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മളൊക്കെ മക്കളുടെ കാര്യത്തിലല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നവരെ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങളെ അല്പകാലം നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളാൽ കഴിയുന്ന പോലെ നമ്മളവരെ നോക്കുക അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാം ആരെ ഏൽപ്പിച്ചാൽ മതി? ദൈവത്തെ ഏൽപ്പിച്ചാൽ മതി. ദൈവം അത് ഭംഗിയായി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പം ഞാൻ പറയുന്ന ചിന്തകളെ എന്ത് ചെയ്യണം? നമ്മൾ നിയന്ത്രിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എന്താ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ? അത് നമ്മൾ അനലൈസ് ചെയ്യണം. എന്ത് ചിന്തയാണ് പിശാച് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടിടുന്നത്? ജഡപ്രകാരമുള്ള ഒരു ചിന്തയാണോ, അത് ആത്മാവിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ്? ആത്മാവിൻ്റെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ജീവൻ തരുന്നതാണ്, സമാധാനം തരുന്നതാണ്. മനസ്സിലായോ? അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ്. ആത്മാവിൻ്റെ ചിന്തയാണെങ്കിൽ അതിൽ ജീവൻ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. സമാധാനം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ആണ്. മനസ്സിലായോ? ജഡത്തിൽ നിന്നുള്ള ചിന്തയാണ്. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചിന്തയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൽ തരത്തില്ല. ഹല്ലേലൂയ. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. 5ാമത്തെ കാര്യം പറയാൻ പോവുകയാണ്. നമ്മുടെ സംസാരം. പലപ്പോഴും നമ്മുടെ ആത്മമനുഷ്യൻ്റെ വളർച്ചയെ തടയുന്ന ഒന്ന് നമ്മുടെ സംസാരമാണ്. നമ്മൾ സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം വരെയുള്ള നമ്മുടെ സംഭാഷണം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ സഹോദരങ്ങളെ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യമാണ് നിങ്ങളുടെ വായിലൂടെ പറയുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇത് ശരിക്കും വളരാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. എന്നാലേ ഞാൻ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരിക്കൽ രാവിലെ സംസാരിച്ച കാര്യം വൈകുന്നേരം നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ലേ? ശരിയാണോ അല്ലയോ? രാവിലെ സംസാരിച്ച കാര്യം വൈകുന്നേരം നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. 1 മാസം മുന്നേ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇന്ന് വല്ലതും അറിയാവോ? ഇല്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? ഹല്ലേലൂയ.
നമുക്ക് അതിന് അനുബന്ധമായിട്ട് ഒരു വാക്യം കൂടി വായിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. മേലിൽ നിന്ന് വരുന്നവൻ എന്നുള്ള ഒരു വാക്യം കാണാം. ആ മതി സിസ്റ്ററെ, മതി. അപ്പോ മുകളിൽ നിന്ന് വന്നവൻ, അതായത് ഉന്നതങ്ങളിൽ നിന്ന് വന്നവൻ, മേലിൽ നിന്ന് വന്നവൻ എന്നാണ് ചില ബൈബിളുകളിൽ ട്രാൻസ്ലേഷനിലുള്ളത്. മേലിൽ നിന്ന് വരുന്നവർ എല്ലാവർക്കും മീതെ ഉള്ളവൻ. മേലിൽ നിന്ന് വന്നവൻ എന്ത് കാര്യമാണ് സംസാരിക്കുന്നത്? സ്വർഗീയമായ കാര്യങ്ങൾ. അത് താൻ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ സ്വർഗീയന്മാരാണോ ഭൗമികന്മാരാണോ? ഭൂമിയിൽ നിന്നുള്ളവരാണെങ്കിൽ എന്ത് സംസാരിക്കും? ഭൂമിയിലുള്ളത് സംസാരിക്കും. സ്വർഗീയന്മാരാണെങ്കിൽ എന്ത് സംസാരിക്കണമെന്നാ പറയുന്നേ? സ്വർഗത്തിലുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, പുതിയ സൃഷ്ടികളാണ്. ദൈവത്തിന്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും നമ്മളിലുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ആരായിപ്പോ ശരിക്കും? സ്വർഗീയന്മാരല്ലേ? അല്ലെങ്കിൽ ഇന്ന് മുതൽ അങ്ങനെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞാട്ടെ, ഞാൻ ഭൗമികനല്ല, ഞാൻ സ്വർഗീയനാണ്, ഞാൻ ഭൗമികനല്ല. അതിന്ന് കാണാതെ പഠിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. അടുത്ത ആഴ്ച ഞാൻ ചോദ്യം ചോദിക്കാം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഭൗമികനല്ല, സ്വർഗീയനാണ്. എൻ്റെ വായ് കൊണ്ട് ഞാൻ ഏറെ സംസാരിക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങളാണ്. പറഞ്ഞാട്ടെ, ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്നത് കൊണ്ടും സ്വർഗത്തിൽ ജനിച്ചത് കൊണ്ടും ഞാൻ സംസാരിക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങളാണ്, ഭൗമിക കാര്യങ്ങളല്ല. അപ്പോൾ ഒരു ആത്മീകനെയും ഭൗമികനെയും തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അവൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അവൻ എന്താണ് സംസാരിക്കുന്നത്? ഈ ഭൂമിയിൽ ഉള്ള മനുഷ്യനാണെങ്കിൽ എപ്പോഴും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ പറ്റി ആകുലത നിറഞ്ഞ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു സ്വർഗീയനായ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ വചനം സംസാരിക്കും, യേശുവിനെ പറ്റി സംസാരിക്കും, സ്വർഗത്തിൽ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ സംസാരിക്കും. ഹല്ലേലൂയ. അമൃത സിസ്റ്ററിന് മുമ്പേ ഒരു ജീവിതം ഉണ്ടായിരുന്നു. എപ്പോഴും ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കാലത്തൊക്കെ ഉണ്ടല്ലോ, സഹോദരിമാരൊക്കെ ഒരുമിച്ചിരുന്ന് സീരിയലിൻ്റെ കഥ പറയും. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കോളനി ഏരിയ ആണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സീരിയൽ കാണുന്നവർ ധാരാളമുണ്ട്. ഇപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അന്നൊക്കെ ഇരുന്ന് പവർ കട്ടുണ്ട്, കറണ്ട് കട്ടാവുന്ന സമയം. ആ സമയത്ത് ഒരു എപ്പിസോഡ് കാണാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കാണുന്ന സഹോദരിമാർ കാണാത്തവർക്ക് കഥ പറഞ്ഞു കൊടുക്കും. അയ്യോ, എനിക്കറിയത്തില്ല, ആ സീരിയൽ കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ സംഭവിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ. എന്നാൽ ആത്മീകമായി നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഈ സീരിയലിൻ്റെ കഥ കേൾക്കാൻ നമ്മൾ പോവുമോ? പിന്നെ നമ്മൾ എന്ത് പറയാനായിരിക്കും അവരുടെ അടുത്ത് പോകുന്നത്? സുവിശേഷം പറയാനല്ലേ പോകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തന്നതാ, ഭൗമികനായിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് കാണുന്നത് കുറേ സഹോദരന്മാരോ ഒക്കെ എല്ലായിടത്തും ജോലി സ്ഥലങ്ങളിൽ പോലും ഇങ്ങനെ ഗ്രൂപ്പായിരുന്ന് അവരൊത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യും, പലരെ പറ്റിയും. എന്നാൽ ആ ഓഫീസിലൊരു ദൈവ പൈതലുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്കിരിക്കുന്ന കാണാം. എന്തു പറ്റി? അവനൊരു വേർപാട്. അവൻ ഇതിനകത്തൊന്നും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ അങ്ങോട്ട് പോയിരുന്നാൽ സ്വർഗീയ കാര്യങ്ങളായിരിക്കും പറയുക, അല്ലേ? സ്വർഗീയ കാര്യങ്ങൾ പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവർ ഈ കൂട്ടത്തില്ല. ലോകകാര്യം പറയുന്ന മക്കളോടൊത്ത് സ്വർഗീയ കാര്യങ്ങൾ പറയുന്നവരെ കൂട്ടത്തില്ല. എത്ര പേർക്ക് അനുഭവം ഉണ്ട് അങ്ങനെയൊക്കെ? വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഹല്ലേലൂയ. അവർക്ക് എപ്പോഴും ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യും അവരുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അവർ സ്വർഗീയമായ കാര്യങ്ങളെ സംസാരിക്കുന്നവരായി തീരും. ഈ ലോകത്തിലുള്ളവർ എപ്പോഴും ലോകത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവർക്ക് അത് പറയാനാണ് ഇഷ്ടം. നമ്മൾ അവരോട് പോയി സുവിശേഷം പറയുകയാണെങ്കിൽ അത് പിന്നെ എങ്ങാനും കേൾക്കാം, നമുക്ക് ഒത്തിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് പോകാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് സ്കൂളിൽ കേട്ടോ. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയെല്ലാം ഗ്രൂപ്പായിരുന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്തും ഈ ടീച്ചേഴ്സൊക്കെ സംസാരിക്കും.
അടുത്ത ദിവസം പഠിപ്പിക്കേണ്ട സിലബസ് ഒന്നുമല്ല, കുറേ കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടായിരിക്കും പല സ്ഥലങ്ങളിൽ ഇരിക്കാറുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഒറ്റപ്പെട്ടായിരിക്കും. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ അവരുമായിട്ട് ഞാൻ അങ്ങ് ചേർന്ന് പോകാത്തതുകൊണ്ടല്ല, അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ സംസാരിക്കുന്നിടത്ത് അവർക്കും ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ദൈവാത്മാവ് എന്നിലൂടെ പ്രവഹിക്കുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ അടുത്തും ഇരിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് അവരുടെ കുറ്റമോ നിങ്ങളുടെ കുറ്റമോ അല്ല. ലോകത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ചേർന്ന് പോവത്തില്ല. ഹല്ലേലൂയ. അത് രണ്ട് ഓപ്പോസിറ്റാ. ഇരുളും വെളിച്ചവും കൂടെ ഒരിക്കലും ചേർന്ന് പോവില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മ മനുഷ്യനെ പവർലെസ് ആക്കുന്ന ഒരു സംസാരവും നമ്മുടെ വായിൽ നിന്ന് വരരുത്. വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കണ്ട. അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നമ്മൾ അകപ്പെടണ്ട. ഹല്ലേലൂയ. നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ വിഷമമായിരിക്കും നമുക്ക് ശകലം മാറിയിരിക്കേണ്ടിയൊക്കെ വരുന്നതിൽ, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മൾ ആ കൃപയെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ചില ആത്മാവിൽ വളരുന്ന ധാരാളം പേരെ എനിക്കറിയാം. ഒരു പരിധി കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ദൈവശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ ലോകപ്രകാരമുള്ള കൂട്ടുകളിൽ പെട്ടുപോയി കുറ്റം പറയുന്നതിലായിത്തീർന്നു. പലരുടെയും കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പ്രധാനമായും പരിശുദ്ധാത്മാവ് എന്നോട് ഒരിക്കൽ വാൺ ചെയ്തിട്ടുള്ള കാര്യമാണ്, കുറ്റം പറഞ്ഞാൽ, ഒരുവനെ പറ്റി ഒരുവൻ കുറ്റം പറഞ്ഞാൽ അവനോട് പിന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ വേറെ ഒരാളിനെ പറ്റി മറ്റൊരാളോട് കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും നിങ്ങൾക്ക് പിന്നെ ആത്മാവിൽ വളരാനുള്ള ആ ഒരു കൃപ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മുടെ സംസാരത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ സഹോദരങ്ങളെ. ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളെ പറ്റി ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് അവരോട് ഡയറക്റ്റ് പറയുക. ഓക്കെ, അവരെ കറക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അവർ തെറ്റുകാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഡയറക്റ്റ് അവരോട് സംസാരിക്കുക. എന്നാൽ ആ സഹോദരനെ നമുക്ക് നേടാൻ കഴിയുമല്ലോ. ഡയറക്റ്റ് ആ തെറ്റിനെ കുറിച്ച് അവരോട് പറയുക. മറ്റൊരാളോട് ആ സഹോദരനെ കുറിച്ചോ സഹോദരിയെ കുറിച്ചോ മോശമായിട്ട് നമ്മൾ പറയരുത്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ദുഃഖിക്കും, വേദനിക്കും. അപ്പോൾ ആത്മാവിലൊരു മുരടിപ്പ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യും. പിന്നെ പ്രാർത്ഥിച്ച് കയറാനൊന്നും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെയുള്ള മുരടിപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ക്ഷമ പറയണം. എവിടെയോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവിന് വിഷമോ? നിങ്ങളുടെ എല്ലാം കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒറ്റപ്പെട്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടുള്ളത് ബ്രേക്കായി കിടക്കുക പലരുടെയും ജീവിതത്തിൽ. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നില്ലെന്ന് കരുതി പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലെന്നൊന്നും. ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു കമ്മ്യൂണിയനിൽ, ആ ഒരു കൂട്ടായ്മയിൽ നടക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ബോധ്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ നടക്കാനായിട്ട് ഇടയായിത്തീരണം. എത്ര പേർ പറയുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മാ മനുഷ്യനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താം എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മളിലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരിക്കാം നമ്മുടെ ആത്മമനുഷ്യൻ്റെ ശക്തി ചോർന്നു പോകുന്നത്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ കുറ്റം പറയുന്ന ഒരു ഗ്യാങ്ങിനകത്ത് അകപ്പെടും. നമ്മുടെ മനസ്സിലെല്ലാം കൂടി അവർ വിഷം കുത്തിവെക്കും. പിന്നെ അതുവഴി പോയി കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് കൂട്ടത്തിലാണ് കൂടിയിരിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത്, ഇതെല്ലാം ആത്മജീവിതത്തിൽ നമ്മുടെ ആത്മീയ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാ സഹോദരങ്ങളെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ ഞാൻ ആരോട് സംസാരിക്കുന്നില്ല, അങ്ങനെയല്ല. നിങ്ങൾ വിവേചിക്കുക. എല്ലാം ആത്മാവിൽ ആരോട് എങ്ങനെ സംസാരിക്കണം അതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നെങ്കിൽ അയാളെ യേശുവിൽ കൊണ്ടുവരാനായിരിക്കട്ടെ. വേണ്ടാത്ത ഒരു കാര്യത്തിനും നമ്മുടെ വാ തുറന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ അതിനുള്ള ജ്ഞാനം എനിക്ക് തന്നാട്ടെ, വിവേകം എനിക്ക് തന്നാട്ടെ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ആത്മ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. ഒന്നാമത്തെ കാര്യം എന്താണ്? വചനധ്യാനം. വചനം വായിക്കാനല്ല, ധ്യാനിക്കണം. നിങ്ങൾ വചനം വായിക്കുമ്പോൾ മനസ്സിൽ വായിക്കുന്നവരുണ്ട്. ചിലർക്ക് സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ മനസ്സിൽ വായിക്കുന്നത് കേട്ടോ. സാഹചര്യങ്ങളുള്ളവർ ഉച്ചത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ വായിക്കണം. നിങ്ങളുടെ ചെവി നിങ്ങൾ വായിക്കുന്നത് കേൾക്കട്ടെ. ഹല്ലേലൂയ.
ഉച്ചത്തിൽ നിങ്ങൾ വചനം വായിക്കണം. അത് നിങ്ങളുടെ അകത്തേക്ക് കയറണം. വീണ്ടും 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 നിങ്ങൾ അതിനെ വായിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ഭാഗമാക്കി ആ വചനത്തെ മാറ്റുക. രണ്ടാമത്തെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? പ്രൈസ് ആൻഡ് വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കണം. മൂന്നാമത്തെ കാര്യം ടങ്സ് പ്രയർ. നാലാമത്തെ കാര്യം എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം നമ്മുടെ സംസാരം അല്ലേ, ക്രമീകരിക്കണം. അടുത്ത കാര്യം സ്നേഹം. അടുത്ത കാര്യം എന്താണ്? സ്നേഹം. ആ ഒരു വാക്യം നമുക്ക് വായിക്കുക. ഇതുകൂടെ കഴിയുമ്പോൾ തീർന്നു കേട്ടോ. 1 കൊരിന്ത്യർ 8:1 വായിച്ചേ. 1 കൊരിന്ത്യർ 8:1. അറിവ് ചീർപ്പിക്കുന്നു, ഞാൻ തന്നെ വായിക്കാം കേട്ടോ. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പോ ഒത്തിരി അറിവുള്ള മനുഷ്യരെ നമുക്കറിയാം അല്ലേ? ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. അവര് അഹങ്കാരികളും ആയിരിക്കും. ഒരിക്കലും നമുക്ക് അവരോടൊന്നും പറയാനും പറ്റത്തില്ല. ഹല്ലേലൂയ. അറിവ് എപ്പോഴും ചീർപ്പിക്കുന്നു, എന്നാൽ സ്നേഹം ആത്മീക വർധനവ് വരുത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് മുന്നിൽ വരുന്ന എന്ത് തന്നെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ആത്മമനുഷ്യന്റെ വളർച്ചയ്ക്ക് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം മറ്റുള്ളവരോട് സ്നേഹത്തോടെ നമ്മൾ പെരുമാറണം കേട്ടോ. എന്ത് തന്നെ സാഹചര്യങ്ങളായിക്കോട്ടെ സഹോദരങ്ങളെ. ഒത്തിരി പേര് നിങ്ങളെ ചുറ്റും നിന്ന് വേദനിപ്പിക്കുമായിരിക്കാം വാക്കുകൾ കൊണ്ട്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കളിയാക്കുമായിരിക്കാം. ഇല്ലെന്ന് ഞാൻ പറയില്ല. ഹല്ലേലൂയ. എത്രയോ പേർ എൻ്റെ ജീവിതത്തെ നോക്കി കളിയാക്കുന്നവരുണ്ട്. അവരെയൊക്കെ സ്നേഹിക്കാനായിട്ടാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവരെല്ലാം സ്നേഹിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദൈവസ്നേഹത്താലെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ, നമ്മളെ മുറിവേൽപ്പിക്കുന്നവരെ, നമ്മളെ വേണ്ടാത്ത പറയുന്നവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനായി കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഈ പകയോ ദേഷ്യമോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റില്ല. എത്ര പേർ പറയുന്നത് സത്യമാണെന്ന്? അനുഭവമുള്ളവർ പറയും. എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പക, ദേഷ്യം, പിണക്കം ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒരിക്കലും ആത്മീയമായിട്ട് വളരാനേ പറ്റില്ല. സ്പിരിച്വൽ ഗ്രോത്തേ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ അവരോടെല്ലാം ക്ഷമിക്കുകയും അവരോട് കൂടെ ദൈവത്തെ ആരാധിക്കാൻ എനിക്കും കഴിയും. ഇപ്പം എൻ്റെ കൂടെ അവർ ചേർന്ന് നിൽക്കുന്നില്ലായിരിക്കാം, പക്ഷേ എൻ്റെ കർത്താവ് അത് ചെയ്തു തരും. ആരെല്ലാമാണോ യേശുവിലേക്ക് വരാനുള്ളത് അവരെല്ലാം എൻ്റെ യേശു വരുത്തും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സ്പിരിച്വലി നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കണം, എന്ത് വിഷയങ്ങളോ ആയിക്കോട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ മക്കളൊക്കെ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ അവരോട് ക്ഷമിക്കും അല്ലേ? അതുപോലെ ദീർഘമായി നിങ്ങൾ ക്ഷമിക്കുന്നവരായി തീരണം. അത് നിങ്ങളുടെ ആത്മമനുഷ്യന്റെ വർധനയ്ക്ക് ഉതകുന്ന ഒരു മെഡിസിനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും കോപമോ വിദ്വേഷമോ പിണക്കമോ ആരോടും വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു നിലമായിരിക്കണം. ഈ പകയുടെ വിത്തുകളൊക്കെ പിശാച് ഇട്ടിരുന്നാലുണ്ടല്ലോ അത് മുളച്ച് വളർന്നുകൊണ്ടേയിരിക്കും. അത് ആത്മമനുഷ്യനെ വളർച്ചയെ തടഞ്ഞു കളയും. നമുക്കറിയാല്ലേ, ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ മനോഹരമായ ഒരു ചെടിയൊക്കെ നട്ടുവെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിന് ചുറ്റും കളകളൊക്കെ വളർന്നു. നമ്മുടെ ചെടി മുരടിച്ച് പോകുന്നുണ്ട്. ഈ കളകളാണെങ്കിലോ നമ്മൾ ഈ നല്ല ചെടിക്ക്, ഈ റോസാ ചെടിക്ക് ഇട്ട വളമൊക്കെ ഉപയോഗിച്ച് അങ്ങ് സമൃദ്ധമായിട്ട് വളർന്നു വരിക. നമുക്ക് എന്ത് തോന്നും? ഞാൻ നട്ടത് റോസാ ചെടിയാ, വളർന്നത് കളയാ, ചുറ്റുമുള്ള ഈ പുല്ലുകളാ, പാഴ്ചെടികൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? അതിനെയൊക്കെ പറിച്ചു കളയും അല്ലേ? ആ ചെടിച്ചട്ടിയിൽ നിന്ന് അതിനെയൊക്കെ പറിച്ചിട്ട് നമ്മൾ ആ റോസയെ വളർത്തും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? റോസായിക്കിടുന്ന വളമെല്ലാം കൂടെ ഈ കളകൾ വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ആത്മാവിൽ വളരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിശാചിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കിടന്നാൽ അവൻ ഇതെല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ നമുക്ക് വളരാൻ പറ്റില്ല. പലരുടെയും ജീവിതത്തിൽ വളരാൻ കഴിയാത്ത കാരണങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലും ഓക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ. ഇതെല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമീകരിച്ച് ഒരാഴ്ച നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് ഒരാഴ്ച, 7 days. അടുത്ത ദിവസം നിങ്ങൾക്ക് പറയാമല്ലോ ഇത് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്ന്. ഇപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല. അടുത്ത ദിവസം എന്ത് ചെയ്യണം? അടുത്ത ആഴ്ച നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. സിസ്റ്റർ അതുപോലെ ക്രമീകരിച്ചപ്പോൾ ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കണം.
അല്ലാതെ ഒന്നും മാറ്റം വന്നില്ല അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി സന്തോഷം സഹോദരങ്ങളെ. അല്പം നീണ്ടുപോയി, കാരണം ഇത്രയും കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചത് എനിക്ക് പറയണമല്ലോ. അത് പറയാതെ പോയാൽ വേറൊരു എപ്പിസോഡ് ഇതാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലൊന്ന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാമോ? ഹല്ലേലൂയ. എത്ര പേർക്ക് കൊണ്ടുവരാൻ കഴിയും? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ് കർത്താവ്. ഇതിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുവാണ്. കർത്താവിൻ്റെ അത്ഭുത കരങ്ങൾ ചലിക്കണം. ഹല്ലേലൂയ. ആരെല്ലാമാണോ മനുഷ്യനിൽ ബലമില്ലാതെ ഇന്ന് ഇതിനകത്തായിരിക്കുന്നത്, അവർക്കൊരു ബലത്തെ എൻ്റെ ദൈവം കൊടുക്കണം. ചിലരുടെ ജീവിതങ്ങളിലൊക്കെ അവർ ഇന്നും സിംഹക്കുട്ടിയെ പോലെ, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ആയിരിക്കുകയാണ്. അവർക്ക് വളർച്ച വന്നിട്ടില്ല കർത്താവ്. അവരൊരു സിംഹത്തെ പോലെ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അപ്പൻ്റെ അതേ ക്യാരക്ടറിൽ അവർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അപ്പൻ്റെ അതേ പവറിൽ പിശാചിന്റെ രാജ്യത്തെ തകർക്കുന്നവരായിട്ട് പ്രിയ മക്കൾ എഴുന്നേൽക്കണം. യേശുവിന്റെ നാമത്തിൽ അതിന് വിരോധമായി പ്രിയ മക്കളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ മാറിപ്പോകാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അത്ഭുത കരങ്ങൾ ഈ വിഷയത്തിന്റെ മേൽ ചലിക്കണം. എല്ലാവരുടെ ജീവിതങ്ങളുടെ മേൽ അവിടുത്തെ ശക്തി ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുകയാണ്. ചിലരുടെ ആത്മമണ്ഡലങ്ങളിൽ പിശാച് ചില ബ്ലോക്കുകൾ വെച്ച് വളരാൻ അനുവദിക്കാതെ ആക്കിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബ്ലോക്കുകൾ ഇപ്പോൾ മാറിപ്പോകാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. റബൽസ് മനാറന്ധരോ റഗല സേഖറോ റഥോര ബലസ് മനാംതരേ റിബന ലേഗ ശറൂഖന ലംഥര റിബന ലേഗ സറോഖല ധീരേ റബന ലൈഖാസറോ ലഹോര ഥുരോ ഗലസമന റിബന ലഗ സറോഖന റേൻ തേര റിബല ഹസറോ ലംഥര റബന ഗലേസോ റഖോന ധീരേ. യേശുവിന്റെ നാമത്തിൽ അടുത്ത ലെവലുകളിലേക്ക് പ്രിയ മക്കൾ വളർന്നു വരട്ടെ. അങ്ങയുടെ അത്ഭുത കരം അവരുടെ ജീവിതത്തിൽ ഇറങ്ങി ചെല്ലുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സാമ്പത്തികമായി ഭാരപ്പെടുന്ന പ്രിയ മക്കൾ ഇതിനുള്ളിലുണ്ട് കർത്താവേ. അവരുടെ ജീവിതങ്ങൾ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ തന്നെ അവരുടെ സാമ്പത്തിക മണ്ഡലത്തിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. കടങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് അത് തീർക്കുവാൻ എൻ്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മുമ്പിൽ വഴികളൊന്നുമില്ല, പലതും അടഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിലും അവർ കാണാത്ത വഴികൾ തുറക്കാൻ തമ്പുരാന് കഴിയുമല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പുതിയ വഴികൾ, പുതിയ വാതിലുകൾ തുറന്നു വരട്ടെ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കാണുകയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ചില വഴികൾ അടഞ്ഞു പോയതാണ്. അതുപോലെ തുരുമ്പിച്ച ഗേറ്റുകൾ പോലെ പലരുടെ ജീവിതത്തിൽ പല വഴികൾ പിശാച് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കാണാത്ത ഒരു പുതിയ വഴി ചിലരുടെ ജീവിതത്തിൽ കർത്താവ് തുറന്നുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ, ചില പുതുവഴികൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു കൊണ്ടുവരുന്നു. നിങ്ങൾ വിചാരിക്കും ആ സൈഡിൽ നിന്നായിരിക്കുമെന്ന്, നിങ്ങൾ വിചാരിക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്നായിരിക്കും, ആ വ്യക്തി ആയിരിക്കും. അല്ല അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വാതിലുകളെ തുറന്നു തരാനായിട്ട് പോവുകയാണ്. തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ചില വ്യക്തികളോട് കർത്താവ് പറയുന്നു, അവരുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ വിചാരിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് ഇറങ്ങി നിന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. റബൽ ഹത്തറേ ലഗസറോ ഖനാന്തരോ റിബല ഹസ്സറോ നാംഥര റിബന ലേഗേ സേറേ നാംഥരോ റിബല ഹസ്സറോ. എനിക്ക് ഒത്തിരി കാലമായി കർത്താവിന് ഉപകാരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഒരിക്കലും ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ ഉപയോഗിക്കും. ഹല്ലേലൂയ. റേ തേരേ റഗൽ സറോഖല റീബന ലഗസിമാന ഹന്ദരേ റബന റേ കാല സറോഖല റധോര റീഗല സറോഖന ദരശദോ റേ തേരേ റീഗല സറോഖന ധീരബല ഹസ്സറോഖന തെരേ റിബാല ഹസ്സറോഖന ധീര റിഗല ധീരശദോ റിഗന ലേ ഹസ്സറോഖന റീബല ഹസ്സറോ നംധര റിഗല ധീരശബര. ഇതിലായിരിക്കുന്ന ലിനി ലൂക്കോ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിനക്ക് കയറാൻ പറ്റാത്തടുത്ത് കർത്താവിന്റെ ഒരു കരം വന്ന് സ്റ്റെപ്പിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന പോലെ കർത്താവ് ചില ഇടങ്ങളിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ റഖാല സറോഖന ദരശദോ റബന ലേഗ സറോഖന ദാരശദോ റിബല ഹത്തറോ ഗലസമനാം ധരാറിഗല ദാരശബര റിബാല ഹത്തറോ ലഘു സബാ റഹേല ഹത്തറോ ഗനാലേ സാമനം ധരാ റിബന ലേഖെ സിഖാല റിൻധര റബന ലീഗ സറോഖന ധീരേ റബന ലേ സേറ ഖല ദൊറോ ഖല ശബറ ദാരശമന റേലേഖെ തെരേ കല സാജിദ എന്നു പേരുള്ള ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്.
ഈ നാളുകളിൽ ദൈവം അത് ആ കരങ്ങളിലേക്ക് തരികയാണ്. റേബയിലെ ഹത്തറോ ലഗസറോ ഘനാദരശബദ, ആത്മാവിൽ നിങ്ങൾ ഒരു വാളെടുക്കുന്നവളെ പോലെ ആക്കി എന്റെ ദൈവം തീർക്കും. റബല ഹസറോ നംധര റബന ലേഗ സഖോല ധീരറീഖന റബൽ സഹറ ദാരബാല ഹസനും ധരാറിബന ലേഖേ സബാറ ഹാലഹത്തരോ ഗലസബര. കർത്താവേ, എന്നോട് ഒരു വാക്കെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. എന്നോട് ഒരു വാക്ക് സംസാരിക്കണേ. നിങ്ങളോട് ഡയറക്റ്റ് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വായിലൂടെ എല്ലാ ദൈവം നിങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ അങ്ങനെ ആരെല്ലാമാണോ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, അവരോട് ദൈവം പറയുന്നു, നിങ്ങളോട് ഞാൻ സംസാരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോകണം. അപ്പ എന്നോട് സംസാരിക്കണം, എന്നോടൊരു വാക്ക് സംസാരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ മക്കളോട് അവിടുത്തെ കരം ഇപ്പോൾ വെക്കണം. അങ്ങ് കരുണയുണ്ടാകണം. അവരോട് അങ്ങ് പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കണം. ഹല്ലേലൂയ. ചില സ്വപ്നങ്ങളിലൂടെ, ചില ദർശനങ്ങളിലൂടെ ചിലരോട് ദൈവം ഈ നാളുകളിൽ ഇടപെടും. ഹല്ലേലൂയ. കർത്താവിന് ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുണ്ട്. ലില്ലി സിസ്റ്ററിന്റെ ജീവിതത്തിലൊക്കെ കർത്താവ് ചില മിറക്കിളുകൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ മുറിയിലെ ചില കാര്യങ്ങളുടെ വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാനായിട്ട് പോകുന്നു. റാലോ കേസി ഖാല റന്തരോ റബന ലീഗ സറോഖന ലംതെ റബൽ ഹത്തറെ റീദാറോ ഖോല സറോഖന ധരെ റബല ഹത്തറോ നാംതറോ ബന ലേഗ സറോ നാം താർഗന ലേഗ സബന. കർത്താവേ, എന്നോട് സംസാരിക്കണം, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, കേട്ടിട്ടല്ലാതെ പറ്റത്തില്ലെന്ന് പറയുന്നവരോട് ദൈവം ഇറങ്ങി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് സമയം അതിനുവേണ്ടി ജാഗരിക്കുന്നവരായിരിക്കണം. ഒന്നും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരായി പോകരുത്. ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നു. ഹല്ലേലൂയ. രോഗങ്ങളായി ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒത്തിരി രോഗത്തിന്റെ ഭാരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളെ ആ രോഗം തളർത്തിക്കളയുന്നത് പോലെ ഭാരപ്പെടുത്തുന്ന ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ഉച്ചിയുടെ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ട് വല്ലാതെ വേദന അനുഭവിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലിട്ട്. ഇപ്പോൾ ഉച്ചിയുടെ ഭാഗത്ത് നിന്ന് താഴേക്ക് ചില സമയങ്ങളിൽ വല്ലാത്ത വേദന കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തലവേദന, തലയിലെ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ഇറങ്ങി വരുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം കൊടുക്കണം. അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, മുഴകൾ യേശുവിന്റെ നാമത്തിൽ ഹീലാവട്ടെ. ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. യേശുവിന്റെ നാമത്തിൽ ചില മുഴകൾ വലിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ട് ഇത് ചില വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞത് അടുത്ത സ്കാനിങ്ങിൽ യേശുവിന്റെ നാമത്തിൽ അതിലൊന്നും ഒരു വിഷയങ്ങളും ഇല്ലാതിരിക്കട്ടെ. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ചലിക്കുന്നതിനായി സ്തോത്രം. കാലുവേദനയാൽ ഭാരപ്പെടുന്നവര് യേശുവിന്റെ നാമത്തിൽ, കാലിൽ വല്ലാത്ത നീര്, ഭാരങ്ങൾ, അവർക്കായി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കാലിലെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില സമയത്തെല്ലാം കാലിൽ ചങ്ങലയിട്ടതുപോലെ വേദന അനുഭവപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. നിൽക്കാൻ കഴിയാതെ ഉപ്പൂറ്റിയിൽ സ്വെല്ലിംഗ് പോലെ അനുഭവിക്കുന്നവർ, ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ചലിക്കുന്നതിനായി സ്തോത്രം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ ഇതിനുള്ളിൽ ഭാരത്തോടെ ആയിരിക്കുന്നു. ബിസിനസ് മേഖലകൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം സാമ്പത്തികമായി ബ്ലോക്കിലൊക്കെ അകപ്പെട്ടു പോയത് അവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവർക്കൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. കർത്താവെ, ലഭിക്കേണ്ട ചില ഫണ്ടുകൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ആവട്ടെ. കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ആ വിഷയത്തിന്മേൽ ചലിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തി അവരുടെ ജീവിതങ്ങളിലെല്ലാം വെളിപ്പെടണം. കർത്താവെ, അടുത്ത സൂം മീറ്റിംഗിൽ ഞങ്ങൾ കാണുമ്പോൾ അവരിങ്ങനെ ആയിരിക്കരുത്. ആത്മാവിൽ ബലപ്പെട്ടവരായിട്ട് വേണം ഇതിനുള്ളിലേക്ക് കടന്നു വരുവാൻ. കർത്താവെ, അവരെ തളർത്തി കളയാനായിട്ട് ശത്രു ഇടുന്ന പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരാത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് വളർന്നു വരുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എല്ലാവരെയും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെന്തെല്ലാം ആവശ്യങ്ങളോടുകൂടെയാണോ ഇന്ന് ഈ സൂമിലായിരിക്കുമ്പോൾ ഭാരപ്പെടുന്നത്,
ആവശ്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാനായി ഞാൻ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ അത്ഭുതകരം ചലിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വീണ്ടും അടുത്ത മീറ്റിങ്ങിലൂടെ നമുക്ക് പരസ്പരം കാണാം. അതുവരെയും ദൈവത്തിന്റെ സാമീപ്യവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗാഡ് ബ്ലസ് യു.